ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരുപാട് പേര്, എൻ്റെ റീൽസ് കണ്ടിരിക്കുന്ന ഒരുപാട് പേര്, ഡെയിലി മീൽസ് കണ്ടിരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്. വിനിയുടെ മട്ട അരി, ചോറ് വെക്കുന്ന മട്ട അരി എങ്ങനെയാണ് ഇങ്ങനെ ഒലർന്നിരിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ വല്ലാണ്ട് ഒട്ടിയ പോലെ ഉണ്ടല്ലോ, കഞ്ഞിപ്പശിയുള്ള പോലെ ഉണ്ടല്ലോ, എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന മട്ട റൈസ് ലുലുവിൻ്റെയാണ്. ലുലു ബ്രാൻഡ് ഷോർട്ട് ഗ്രെയിൻ ഉണ്ട മട്ട എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രാൻഡും യൂസ് ചെയ്യാറുണ്ട്, ഡബിൾ ഹോഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അതേമാതിരി തന്നെ നെല്ലറ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കുക്കറിൽ തന്നെ എങ്ങനെയാണ് 3 ഗ്ലാസ് ഉള്ളത് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. 3 ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഊണ് കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 പേർക്ക് കഴിക്കാം. അല്ല, ഒരു മീഡിയം ആയിരിക്കണവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 10-12 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾക്ക് 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് ഉണ്ടമട്ട അരി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഞാൻ ഈ 3 ബ്രാൻഡ് മാത്രം യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരുപാട് ബ്രാൻഡ് നമ്മൾ കഴുകുന്ന സമയത്ത്, കൈകൊണ്ട് ഇങ്ങനെ കഴുകുന്ന സമയത്ത് നമുക്ക് വാക്സ് പോലെയും അതേമാതിരി തന്നെ ആ ബ്രൗൺ കളറും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ 3 ബ്രാൻഡിൽ എനിക്കിത് കണ്ടിട്ടേ ഇല്ല. അവർ വളരെ ക്ലീനാണ്, ക്ലിയർ ആണ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ആ ഒരു മുഴുമുഴുപ്പോ ആ ഒരു ഇതോ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്. ഒരു 4 പ്രാവശ്യം ഞാനതിനെ കഴുകിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് കുക്കർ ഫുള്ളായിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ നല്ല വെള്ളം ആക്കി വെക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 5 മണിക്കൂർ ഞാൻ അതിനെ വിടും. ഓക്കെ, കുതിരാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വിടും. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ അരി കുതിർന്ന് നല്ല രീതിയിൽ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവരും, നാട്ടിലുള്ളവരെല്ലാവരും മാക്സിമം ആൾക്കാർ ചാക്സൺ ആണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഒരുപാട് പേരുടെ അടുത്ത് ആ സംഭവമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മട്ടയരി ഉണ്ടാക്കുന്ന സമയത്ത് അത് പ്രോബ്ലമായിട്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരിക്കാം, പക്ഷെ ഉപയോഗമായിരിക്കുന്ന കുട്ടികൾക്ക് അത് ഉപയോഗമായിക്കോട്ടെ വിചാരിച്ചു. ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്, വിസിലിട്ടിട്ടില്ല. ഇനി ആവി വരുന്ന വരയ്ക്കുമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഏറ്റവും ചെറിയ ബർണറിലേക്ക് മാറ്റിയിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 45 മിനിറ്റ് ആണ് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദാ ആവി വന്നു കഴിഞ്ഞു. ഇനി ഞാനിതിനെ മാറ്റിയിട്ട് ചെറിയ ഫ്ലെയിമിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇനി ഞാൻ എൻ്റെ ടൈമറിനെ 45 മിനിറ്റിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 45 മിനിറ്റ് ആയി കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റായിരിക്കും. ഈ സമയത്ത് ചെറിയ രീതിയിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിസിലൊന്നും വരില്ല. ഇപ്പോൾ ഇതാ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ താഴെ വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരമായി അത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി കുറച്ചൊന്ന് എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ, വിസിൽ കുഴപ്പമൊന്നുമില്ല, ആവി അത്ര കൺട്രോളായിട്ടുള്ള ലെവലിലുണ്ട്, നമുക്ക് തുറക്കാം. നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് വേവോട് കൂടിയിട്ട് നമ്മുടെ അരി വെന്തിട്ട് കറക്റ്റായിട്ട് ചോറായിട്ട് കറക്റ്റായിട്ടുണ്ടാവും. ഇവിടെയാണ് പല ആൾക്കാർക്കും തെറ്റുപറ്റുന്നത്. പല ആൾക്കാരും ഇതോട് കൂടിയിട്ട് അങ്ങനെ എടുത്ത് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒട്ടലും പശപശപ്പും വരുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ വാർക്കാനായിട്ടുള്ള രീതിയിൽ എടുത്ത് വയ്ക്കും. എടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് കുക്കർ ഒലുമ്പിയിട്ട് ഒരു 2 പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ആക്കും. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് ആ കഞ്ഞിപ്പശ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് ആ പശപശപ്പൊന്നും കളയാൻ വേണ്ടിയിട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ വാർക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഈ ഒരു അരി വാർക്കുന്നതിലേക്ക് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മട്ട അരി സൂപ്പറായിട്ടുള്ള രീതിയിൽ ഒന്നോടൊന്ന് തൊടാതെ നന്നായിട്ട് വെന്തിട്ട് ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ കിട്ടും. ഒരു 1 hour ഇതുപോലെ അങ്ങോട്ട് ഇരിക്കട്ടെ. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചോദിച്ച ഇതുപോലെ വിനീസ് കിച്ചണിൽ എങ്ങനെയാണെന്ന് ചോദിച്ചില്ലേ, ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.